സഹകാരി റേസ്ലെസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു SCERT സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ആ ക്ലാസ്സിൽ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ പഠിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കിക്കോ. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ്. നമ്മൾ അതിൽ പണ്ഡിത രമാബായിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ക്ലാസ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ദേശീയതയിലേക്ക് ഇന്ത്യക്കാരെ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ്ടാ, രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സംഘടന വന്നത് എന്നുള്ള കാര്യമാണ്. നോക്കിക്കോ, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക, ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി നിൽക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സാഹിത്യവും പത്രപ്രവർത്തനവും ഒക്കെ വരുന്നത്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത എന്ന് പറയുന്ന ഒരു ഐക്യബോധം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആൾക്കാർ അഭിപ്രായപ്പെട്ടു, എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വരണം? സംഘടനകൾ രൂപീകരിക്കണമെന്നുള്ള അഭിപ്രായം നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ ഈ എന്ത് ചെയ്തു? നമ്മുടെ 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ആയപ്പോഴേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങി. അപ്പൊ നമുക്കിനി ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവയുടെ പ്രവർത്തന കേന്ദ്രം, നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ. ആസ്ഥാനം എവിടാണ്? കൽക്കട്ട. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം കൊടുത്തു 2 വ്യക്തികൾ. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. എവിടെയായിരുന്നു ഇവരുടെ പ്രവർത്തന കേന്ദ്രം? കൽക്കട്ടയില്. അടുത്ത് പഠിക്കാനുള്ളതാണ് മദ്രാസ് മഹാജന സഭ. മദ്രാസ് മഹാജന സഭ. മദ്രാസ് മഹാജന സഭയുടെ പ്രവർത്തന കേന്ദ്രം ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്ട? മദ്രാസ് ആണ്. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയായിരുന്നു. മദ്രാസ് മഹാജന സഭയുടെ പ്രവർത്തന കേന്ദ്രം പേരിൽ തന്നെയുണ്ട്. എവിടെയാണ്? മദ്രാസിലാണ്. ഇനി ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആളാണ് M. വീരരാഘവ ആചാരി. ഇൻഷ്യൽ മാറിപ്പോവരുത്. M. വീരരാഘവ ആചാരി. അപ്പോൾ M. വീരരാഘവ ആചാരിയാണ് എന്തിന് നേതൃത്വം കൊടുത്തത്? മദ്രാസ് മഹാജന സഭയ്ക്ക് നേതൃത്വം കൊടുത്ത 3 പേരിൽ ഒരാൾ ആരാണ്? M. വീരരാഘവ ആചാരിയാണ്. രണ്ടാമത്തെ ആളെ നോക്കിക്കോ, G. സുബ്രഹ്മണ്യ അയ്യർ. രണ്ടാമത്തെ ആൾ ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യരാണ്. അടുത്തത് ആനന്ദ ചാർലു. അടുത്ത ആൾ ആരാണ്? ആനന്ദ ചാർലു. അപ്പോൾ M. വീരരാഘവ ആചാരി, ആനന്ദ ചാർലു, G. സുബ്രഹ്മണ്യ അയ്യർ എന്നിവർ ചേർന്ന് മദ്രാസ് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത് മദ്രാസ് മഹാജന സഭ. അപ്പോൾ മദ്രാസ് മഹാജന സഭ വന്നത് മദ്രാസിലാണ്. നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? M. വീരരാഘവ ആചാരി, G. സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അടുത്തത് ഏതാണ്ട? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. പ്രവർത്തന കേന്ദ്രം ഏതാണ്? ബോംബെ ആണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആ പേരിൽ തന്നെയുണ്ട്. പ്രവർത്തന കേന്ദ്രം എവിടെയാണ്ട? ബോംബെയിലാണ്. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദ്രുദ്ദീൻ തയാബ്ജി. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദ്രുദ്ദീൻ തയാബ്ജി, ഇത്രയും പേര് ചേർന്നിട്ടാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്നത്. എടാ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാ വന്നേ? കൽക്കട്ടയില്. നേതൃത്വം കൊടുത്തത് ആരാ? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മദ്രാസ് മഹാജന സഭയെ കുറിച്ച് പറഞ്ഞു. പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? മദ്രാസിലാണ്. M. വീരരാഘവ ആചാരി, G. സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു, ഇത്രയും പേര് ചേർന്നിട്ടാണ് മദ്രാസ് മഹാജന സഭ രൂപീകരിക്കുന്നത്. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണ്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദ്രുദ്ദീൻ തയാബ്ജി എന്നിവർ ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ കൊണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അടുത്ത ശ്രദ്ധിച്ചോ,
എടാ അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് അഖിലേന്ത്യാ സംഘടനയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഇന്ത്യക്ക് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വരണം എന്നുള്ള ആവശ്യത്തിൻ്റെ ഫലമായിട്ട് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുകയാണ്. അപ്പം INCയുടെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോടാ, ഇതിൽ എന്താ പറയുന്നതെന്ന്, 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ INCയുടെ ഫോർമേഷനെ കുറിച്ചാണ്. എടാ, എന്നാണ് INC നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 ഡിസംബർ 28 എവിടെ, ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് എന്താ, INCയുടെ ഫോർമേഷൻ ഡേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെയായി ഇത് നടന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് INCയുടെ ആദ്യത്തെ യോഗം നടക്കുന്നത്. എത്ര പേരാണ് ഇതിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ്ടാ? 72 പേരാണ്. അപ്പോൾ 72 പേരാണ് INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിലെ സംഘാടകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെന്ന് പറയുന്നത് അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്, AO ഹ്യൂം ആണ് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ ആരാണ്ടാ? WC ബാനർജി. അപ്പോൾ 2 പേര് ചേർന്നിട്ടാണ് ഈ ഒരു സംഘടനയ്ക്ക് എന്ത് ചെയ്തത്, നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ INCയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? WC ബാനർജി. INCയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്ടാ? WC ബാനർജി ആണ്. സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത്? AO ഹ്യൂം. സെക്രട്ടറി ആയിരുന്നു ആര്? AO ഹ്യൂം. AO ഹ്യൂമിന്റെ ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാണ് ആരെന്ന് പറയുന്നത്? AO ഹ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓർണിത്തോളജി? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവാനാണ് AO ഹ്യൂം ആണ്. അപ്പോൾ 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് INC ആദ്യമായി രൂപം കൊള്ളുന്നത്. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, 72 പേരായിരുന്നു ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജിയും സെക്രട്ടറി ആരായിരുന്നു? AO ഹ്യൂമും ആയിരുന്നു. ഈ AO ഹ്യൂമിന് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഇന്ത്യയുടെ എന്തെന്നറിയപ്പെടുന്നു? ഓർണിത്തോളജിയുടെ പിതാവ്. ക്ലിയർ അല്ലേടാ? ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അടുത്ത് എന്തായിരുന്നു INCയുടെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 4-5 പോയിന്റ്സ് പറയുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്? വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അപ്പോൾ എന്താണ്, ഈ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും എന്ത് കൊണ്ടുവരണം? സൗഹൃദ ബന്ധം വളർത്തുക. INCയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. അപ്പം എന്താണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ എന്ത് കൊണ്ടുവരണം? ദേശീയ ഐക്യബോധം വളർത്തണം. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അന്നത്തെ കാലത്ത് ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങളുടെ ആവശ്യം എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് ആരെടുത്ത് പോയി പറയണം? ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് INCയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. അടുത്ത്, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യണം. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കണം, അതേപോലെ തന്നെ ജനങ്ങളെ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം. അതേപോലെ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് എവിടെ കേന്ദ്രങ്ങൾ വേണം? ഇന്ത്യയിലെ കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു INCയുടെ ലക്ഷ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. അതേപോലെ ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അത് അവതരിപ്പിക്കുകയും ചെയ്യണം. അതേപോലെ രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് എവിടെ? നമ്മുടെ ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അപ്പൊ INCയുടെ സമ്മേളനം ഡിസംബർ മാസങ്ങളിലാണ് നടക്കുന്നത്. അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്തിരുന്നു? നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ്. അപ്പൊ INCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് നേതാക്കളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്ടാ? ശ്രദ്ധിച്ചോ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലു, ആനന്ദ മോഹൻ ബോസ്. ഇവരെല്ലാം എന്താണ്? ഇതില് പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? അടുത്ത് പഠിക്കാനുള്ള ശ്രദ്ധിച്ചോ. അടുത്ത C. ശങ്കരൻ നായരെ കുറിച്ചാണ്. സർ, C. ശങ്കരൻ നായർ ആരായിരുന്നു എന്നുള്ള കാര്യമാണ് ഇനി പഠിക്കുന്നത്. നോക്കിക്കോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ആര്? C. ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന C. ശങ്കരൻ നായർ. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആയിരുന്നു ആര്? C. ശങ്കരൻ നായർ. അദ്ദേഹം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷനാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതിയിൽ നടക്കുന്ന INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? INCയുടെ അധ്യക്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ INC അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? C. ശങ്കരൻ നായരാണ്. ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതിയിലാണ്. അതേപോലെ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്ടാ? ഗാന്ധിയും അരാജകത്വവും എഴുതിയത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്ടാ? അത് നമ്മുടെ ഈ C. ശങ്കരൻ നായരാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? C. ശങ്കരൻ നായരാണ്. അപ്പോൾ ആരാണ് C. ശങ്കരൻ നായർ എന്ന് പഠിച്ചല്ലോ. INCയുടെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ് ആര്? സർ ശങ്കരൻ നായർ. സർ ശ്രീ ശങ്കരൻ നായർ. ക്ലിയർ അല്ലേടാ? അടുത്ത് ബംഗാൾ വിഭജനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു കോട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോടാ. നമുക്കതൊന്ന് വായിക്കാം. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ട ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ് എന്ന് പറഞ്ഞത് ആരാണ്ട? H. റിസ്ലെ. ആരാണ്? H. റിസ്ലെ ആണ് ഈ പറയുന്ന സെന്റൻസുകൾ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ട ശക്തി ക്ഷയിക്കും എന്ന് പറഞ്ഞത് ആരാണ്? H. റിസ്ലെ ആണ്. പഠിച്ചു വെച്ചോ, ആര് പറഞ്ഞതാണ്? H. റിസ്ലെ. അടുത്ത് നോക്കിക്കോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബംഗാൾ വിഭജനം തന്നെയാണ്. ശ്രദ്ധിച്ചോ, പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഏതെന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രം അവര് കൊണ്ടുവന്നത് ബംഗാൾ വിഭജനത്തിലൂടെയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഏതെന്ന് പറയുന്നത്? ബംഗാൾ. ആ ബംഗാളിനെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടന്റെ ലക്ഷ്യം. അപ്പൊ ബ്രിട്ടൻ എന്ത് ചെയ്തു? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു റൂള് കൊണ്ടുവന്നു. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഏത്? ബംഗാൾ എന്ന് പറയുന്നത്. ഈ ബംഗാളിനെ അവരെന്ത് ചെയ്തു? അവര് ബംഗാൾ പ്രവിശ്യയെ രണ്ടാക്കി മാറ്റി. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പൊ കഴ്സൺ പ്രഭു എന്താണ് പറഞ്ഞത്? കഴ്സൺ പ്രഭു ജനങ്ങളോട് പറഞ്ഞു, നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണ നിർവഹണം നടത്തണമെന്നുണ്ടെങ്കിൽ ബംഗാളിനെ രണ്ടായി വിഭജിക്കണം എന്നാണ് ആര് പറഞ്ഞത്? കഴ്സൺ പ്രഭു പറഞ്ഞത്. പക്ഷെ അതായിരുന്നില്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്താണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്
ബംഗാളാണ്. ഈ ബംഗാളിനെ വിഭജിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ നമ്മുടെ ഈ നമുക്കൊരു ഐക്യബോധം അല്ലെങ്കിൽ ഒരു ദേശീയത എന്ന് പറയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ നിന്ന് മാറും. അവരെന്ത് ചെയ്യും? അവർ ഭിന്നിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആര് കൊണ്ടുവരാൻ ശ്രമിച്ചു? കഴ്സൺ പ്രഭു കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് ആരാണ്ടാ? കഴ്സൺ പ്രഭു ആണ്. ഇനി എന്താണ് ബംഗാൾ വിഭജനം എന്ന് നോക്കിക്കേ. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. അപ്പോൾ ബംഗാളിനെ എന്ത് ചെയ്തു? ബംഗാളിനെ രണ്ടാക്കി മാറ്റി. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായിട്ട് മാറ്റി. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അവർ ഉദ്ദേശിച്ചതും അതായിരുന്നു. നമ്മുടെ ഇടയിലുള്ള ഒരു ഐക്യത്തെ നശിപ്പിക്കുക എന്നുള്ള തോട്ടായിരുന്നു ആരുടേത്? കഴ്സന്റേത്. അവരെന്ത് ചെയ്തു? അവർ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. ഇതിൽ കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് ആരാണ്? കഴ്സൺ പ്രഭു ആണ്. അടുത്ത് ശ്രദ്ധിച്ചോടാ. എന്നാണ് വിഭജനം നിലവിൽ വന്നത്? ബംഗാൾ വിഭജനം എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ഒക്ടോബർ 16 ശ്രദ്ധിച്ചോ. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ഒക്ടോബർ 16 നമുക്കിവിടെ പഠിക്കാനുള്ള പോയിന്റ്സ് അതൊക്കെയാണ്. അതേപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗീതമായിട്ടുള്ള ഏത് അമർ സോണ ബംഗ്ല രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്തു? കൊൽക്കത്തയിൽ സംഘടിച്ചു. അപ്പോൾ ഈ പ്രതിഷേധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു വലിയ സമരമായിട്ട് മാറി. ഈ സമരം എന്തായി? സ്വദേശി പ്രസ്ഥാനമായിട്ട് മാറുന്നു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് എന്തിന്റെ ആരംഭത്തോടു കൂടിയാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തോടു കൂടിയാണ്. നോക്കിക്കോ. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സമരരീതി. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സമരരീതി എന്തായിരുന്നു? ബ്രിട്ടീഷ് വസ്തുക്കൾ എന്ത് ചെയ്യുക? അവയെ ബഹിഷ്കരിക്കുക. എന്ത് ചെയ്യുക? സ്വദേശി വസ്തുക്കളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. സ്വദേശി പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്ടാ? സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നുള്ളതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ബ്രിട്ടീഷുകാരുടെ വസ്തുക്കളെല്ലാം ബഹിഷ്കരിച്ചു. സ്വദേശി വസ്തുക്കൾക്ക് എന്ത് ചെയ്തു? കൂടുതൽ മുൻഗണന കൊടുത്തു. അതേപോലെ തന്നെ സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്ന് പറയുന്നതും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിലൂടെ ബ്രിട്ടീഷ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ലാഭം എന്ത് ചെയ്യുക? വരുമാനം എന്ത് ചെയ്യാം? ഇല്ലാതാക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ സ്വാശ്രയം എന്നതെന്താണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. സ്വാശ്രയം എന്ന് പറയുന്നതും എന്താണ്ട? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി കമ്പനികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ എന്ത് ചെയ്തടാ? ഈ സ്വദേശി സമരകാലത്ത് ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയണം? സ്വാശ്രയം പറയണം. ക്ലിയർ അല്ലേടാ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിച്ചോടാ. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അതേപോലെ രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി,
ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടുവരികയാണ്. അപ്പൊ ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആചാര്യ PC റോയ് എന്ത് ചെയ്തു? ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചു. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചു വെച്ചോ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ കൊണ്ടുവരുന്നത് ആരാണ്ട? ആചാര്യ PC റോയ് ആണ്. അതേപോലെ രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് കൊണ്ടുവരുന്നത്? സ്വദേശി സ്റ്റോർ. അപ്പൊ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതേപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവരുന്നത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. അതേപോലെ ജംഷഡ്ജി ടാറ്റ എന്ത് കൊണ്ടുവരുന്നു? സ്റ്റീൽ ഫാക്ടറി കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത്? സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ളത്. അടുത്ത ശ്രദ്ധിച്ചോടാ. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അപ്പൊ നമ്മുടെ ഈ സ്വദേശി സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. അടുത്ത് ശ്രദ്ധിച്ചോടാ. സ്വദേശി സമിതികളെ കുറിച്ചിട്ടാണേ. ശ്രദ്ധിച്ചോ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അപ്പൊ എന്താണ് സ്വദേശി സമിതികൾ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ സമിതി ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് അതാണ്. സ്വദേശി ബാന്ധവ സമിതി എന്താണ്ട? സ്വദേശി ബാന്ധവ സമിതി. സ്വദേശി ബാന്ധവ സമിതി ആരാണ് രൂപീകരിക്കുന്നത്? അശ്വനി കുമാർ ദത്ത്. അശ്വനി കുമാർ ദത്ത് ആണ് എന്ത് കൊണ്ടുവരുന്നത്? സ്വദേശി ബാന്ധവ സമിതി. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശി സമിതികളെ കുറിച്ചിട്ടാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനകളാണ് സ്വദേശി സമിതികൾ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? അശ്വിനി കുമാർ ദത്ത് സ്ഥാപിച്ച ഏത്? സ്വദേശി ബാന്ധവ സമിതി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം കൊടുക്കുക. ആർക്ക്? സന്നദ്ധരായിട്ടുള്ള ഭടന്മാർക്ക് എന്ത് കൊടുക്കുക? കായിക പരിശീലനം നൽകുക. പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക. ഭടന്മാർക്ക് എന്ത് കൊടുക്കുക? പരിശീലനം കൊടുക്കുക. അതേപോലെ പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ എന്ത് ചെയ്യാം? സഹായിക്കുക. അതേപോലെ സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതെല്ലാം എന്തിന്റെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശി സമിതികളുടെ ലക്ഷ്യമായിരുന്നു. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്ടാ? സ്വദേശി ബാന്ധവ സമിതി കൊണ്ടുവന്നത് ആരാണ്? അശ്വിനി കുമാർ ദത്തയാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൂററ്റ് പിളർപ്പ് ആണ്. മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രൂക്ഷമായി. അപ്പൊ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് രൂക്ഷമായി. അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മിതവാദികളും ഉണ്ടായിരുന്നു, തീവ്ര ദേശീയവാദികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കിടയിൽ എന്ത് ചെയ്തു? അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. അതേ തുടർന്ന് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ ഒരു അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് എന്തായി? രൂക്ഷമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അങ്ങനെ 1907 സൂററ്റിൽ വെച്ചിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു. അതായത് മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും രണ്ടായിട്ട് പിളർന്നു. കോൺഗ്രസിലുണ്ടായിരുന്ന ഈ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. കോൺഗ്രസിൽ ഇങ്ങനെ ഒരു പിളർപ്പ് വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അതിനെ മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അപ്പോൾ ബംഗാൾ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചതും ഭിന്നിച്ച് ഭരിക്കലായിരുന്നു. അപ്പോൾ 1907 ഈ ഒരു സൂററ്റ് പിളർപ്പിലൂടെ കോൺഗ്രസ് രണ്ടായതോടുകൂടി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ് മിതവാദികളെന്നും
എന്നും തീവ്രദേശീയവാദികളെന്നും രണ്ടായി പിളർന്ന INC സമ്മേളനം ഏതാണ്? 1907 സൂററ്റ് സമ്മേളനമാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോട്ടെ. അടുത്ത സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലായിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലത്തിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകുകയും 1906 സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. രൂപീകരിച്ചത് ആരാണ്ട്? ആഗാഖാനാണ്. അപ്പോൾ ഈ ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സംഘം മിന്റോ പ്രഭുവിനെ കണ്ടു. എന്നിട്ട് അവർ തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം കൊടുക്കണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ വൈസ്രോയിയുടെ സമീപനം എങ്ങനെയായിരുന്നു? തികച്ചും ഇവർക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 എന്ത് ആരംഭിക്കുകയും ചെയ്തു? സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിക്കുകയും ചെയ്തു. നേതാവ് ആരായിരുന്നു? ആഗാഖാൻ. ആരാണ്ട? ആഗാഖാൻ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോ. അടുത്ത മിതവാദികളും തീവ്രവാദികളും ആരൊക്കെയാണെന്നാണേ. നോക്കിക്കോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പെട്ടെന്നൊരു അവർക്കെതിരെ സമരം ചെയ്യാനൊന്നും ആര് തയ്യാറായിരുന്നില്ല? കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ പറയുന്ന പേരാണെന്ത്? മിതവാദികൾ. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു മിതവാദികളിൽ പ്രധാനികൾ. അപ്പൊ മിതവാദികളുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. അവരിൽ പ്രധാനികളായിരുന്നു ഈ പറയുന്ന ആൾക്കാർ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനാണ് ശ്രമിച്ചത്. സമാധാനപരവും രക്തരഹിതവുമായിട്ടുള്ള സമര രീതികളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയൊക്കെ മിതവാദികൾ എന്ത് ചെയ്തു? അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരാണ് ആരെന്നറിയപ്പെടുന്നത്? തീവ്രദേശീയവാദികൾ. ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു എന്തിൽ പ്രധാനികൾ? തീവ്രദേശീയവാദികളിൽ പ്രധാനപ്പെട്ടവർ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ എന്താ ഉണ്ടായത്? ഇതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു. ഏത് സമ്മേളനം? 1907 സൂററ്റ് സമ്മേളനത്തിന് ശേഷം. അപ്പോൾ എന്താണ്? തീവ്രദേശീയവാദികളെന്നും അതേപോലെ മിതവാദികളെന്നും രണ്ട് വിഭാഗം ഉയർന്നു വന്നു. ഈ മിതവാദികൾ എന്തായിരുന്നു ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമാധാനപരമായി രക്തരഹിതപരമായിട്ട് അവരുടെ ആശയങ്ങൾ സമരങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൽ പ്രധാനികളായിരുന്നു ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇതിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് ഇവരുടെ ആശയങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേർ ചേർന്നിട്ട് അവർ രൂപീകരിച്ചു എന്ത്? തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടമായിട്ട് അവർ മാറി. ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇവരുടെയൊക്കെ സമര രീതികൾ എന്താണ്? തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നോക്കിക്കോ. ജനരോക്ഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അങ്ങനെ 1909 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പരിഷ്കരണമായിരുന്നു മിന്റോ മോർലി പരിഷ്കരണം. ഈ പരിഷ്കരണത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളും പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. എടാ ഇത് പഠിച്ചു വെച്ചോ. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ്? 1909 എന്ത് വരുന്നത്? മിന്റോ മോർലി ഭരണ പരിഷ്കരണം വരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നുള്ളതൊക്കെ എന്തിന്റെ
ലീഗിന്റെ മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളായിരുന്നു. ഇനി ലാൽ പാൽ ബാൽ ആരാണെന്നാണ് നോക്കാനുള്ളത്. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഇവരെ 3 പേരെയും ചേർത്തിട്ട് എന്തെന്ന് പറയൂടാ? ലാൽ പാൽ ബാൽ. ലാൽ ആരാണ്? ലാലാ ലജ്പത് റായ്. ബാൽ ആരാണ്? ബാൽ ഗംഗാധര തിലക്. പാൽ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ക്ലിയർ അല്ലേടാ? അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത് പഠിക്കാനുള്ളത് ഹോം റൂൾ ലീഗിനെ കുറിച്ചാണ്. 1914 ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബെസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഹോം റൂൾ ലീഗ് കൊണ്ടുവരുന്നത് ആരാണ്? ആനി ബെസന്റും ബാലഗംഗാധര തിലകനും. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ഭരണം, ഹോം റൂൾ അല്ലെങ്കിൽ സ്വയം ഭരണമായിരുന്നു ഹോം റൂൾ ലീഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായി ആനി ബെസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബെസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നീട് ജയിൽ മോചിതരായ അവർ 1917 കൊൽക്കത്ത സമ്മേളനത്തിന്റെ കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ INCയുടെ അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. അപ്പോൾ ഹോം റൂൾ ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. 1914 ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. അങ്ങനെയാണ് എന്ത് കൊണ്ടുവരുന്നത്? ഹോം റൂൾ ലീഗ് കൊണ്ടുവരുന്നത്. സ്ഥാപിച്ചത് ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. ഹോം റൂൾ, സ്വയം ഭരണമായിരുന്നു ഹോം റൂൾ ലീഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ഇതിന്റെ പ്രചരണത്തിനുടനീളം അവർ എന്ത് ചെയ്തു? രണ്ടുപേരും ഒരുമിച്ച് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. എല്ലായിടത്തും ഹോം റൂൾ ലീഗിന്റെ ശാഖകളൊക്കെ സ്ഥാപിച്ചു. അപ്പൊ ഇതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരാണെന്ന് മനസ്സിലാക്കി അവർ ആനി ബെസന്റിനെ പിടിച്ച് എന്ത് ചെയ്തു? ജയിലിലാക്കി. തുടർന്ന് 1917 ആനി ബെസന്റ് എന്ത് ചെയ്തു? ജയിൽ മോചിതയാവുകയും INCയുടെ തുടർന്ന് 1917 കൽക്കട്ട INC സമ്മേളനത്തിന്റെ അധ്യക്ഷയായി മാറുകയും ചെയ്തു. ആര്? ആനി ബെസന്റ്. INCയുടെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ആനി ബെസന്റ്. ക്ലിയർ അല്ലേ? അടുത്തത് ഐക്യത്തിന്റെ ലക്നൗ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1907 സൂററ്റ് പിളർപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും രണ്ടാകുന്നത്. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. കാരണം എന്താണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ യോഗം തീരുമാനിച്ചു. അപ്പോൾ അന്ന് പിളർന്ന തീവ്രദേശീയവാദികൾ, മിതവാദികൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തായി? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് അവർ ഒരുമിക്കാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ INCയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ INC സമ്മേളനം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. അപ്പൊ ചില ആൾക്കാർക്ക് എന്താണ് INCയുടെ സമരരീതികൾ ഇഷ്ടപ്പെട്ടില്ല. അവർ പ്രത്യേകം പാർട്ടികളെ രൂപീകരിക്കാൻ തുടങ്ങി. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് വിപ്ലവ സംഘടനകളും അതിന് നേതൃത്വം നൽകിയ ആൾക്കാരുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യത്തേതാണ് അനുശീലൻ സമിതി. ആദ്യത്തേത് ഏതാണ്? അനുശീലൻ സമിതി. സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളാണ്. നേതൃത്വം കൊടുത്തത് സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദോ ഘോഷും. അറിയിക്കേണ്ട സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദോ ഘോഷുമാണ് അനുശീലൻ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അനുശീലൻ സമിതി സ്ഥലം എവിടെയായിരുന്നു? ബംഗാളിലാണ്. ആരാണ് സ്ഥാപിക്കുന്നത്? സച്ചീന്ദ്രനാഥ സന്യാലും അരബിന്ദോ ഘോഷും. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ. അടുത്തത് ഏതാണ്? ഭാരത് മാതാ അസോസിയേഷൻ. സ്ഥലം ബംഗാളാണ്. ഭാരത് മാതാ അസോസിയേഷൻ സ്ഥലം എവിടാണ്? ബംഗാളിലാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് രൂപീകരിച്ചതാണ് എന്ത്? ഭാരത് മാതാ അസോസിയേഷൻ. എവിടെയായിരുന്നു ആസ്ഥാനം? ബംഗാളിലാണ്. അടുത്ത യുഗാന്തർ പാർട്ടി.
അടുത്ത പാർട്ടി ഏതാണ്? യുഗാന്തർ പാർട്ടി. ആസ്ഥാനം ബംഗാളിലാണ്. സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും കൂടി ചേർന്നിട്ട് രൂപീകരിച്ചതാണ് ഏത്? യുഗാന്തർ പാർട്ടി. ആസ്ഥാനം ബംഗാളിലാണ്. അടുത്തത് ഗദ്ദാർ പാർട്ടി. ആസ്ഥാനം അമേരിക്ക. ലാലാ ഹർദയാൽ. അപ്പോൾ ഗദ്ദാർ പാർട്ടി കൊണ്ടുവന്നത് ആരാണ്? ലാലാ ഹർദയാലാണ്. ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലാണ്. ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അനുശീലൻ സമിതി എവിടെയാണ്? ബംഗാളിലാണ്. സ്ഥാപിച്ചത് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ സ്ഥലം എവിടെയാണ്? മദ്രാസിലാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അടുത്തത് യുഗാന്തർ പാർട്ടി. സ്ഥലം ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് നേതൃത്വം കൊടുത്തത്. അടുത്തത് ഗദ്ദാർ പാർട്ടി. സ്ഥലം അമേരിക്ക. നേതൃത്വം കൊടുത്തത് ആരാണ്? ലാലാ ഹർദയാൽ. ആരാണ്? ലാലാ ഹർദയാൽ. അടുത്ത് നോക്കിക്കോടാം. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലോട്ട് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ എന്ത് സംഭവിച്ചു? സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്